ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണ് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ പലതരപ്പെട്ട റിലേഷൻഷിപ്സിൻ്റെ പ്രോബ്ലങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അതിനെ നിവർത്തി ചെയ്യാനുള്ള വഴികൾ, അതൊക്കെയാണ് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആംഗിളിലും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിന് എനിക്കറിയാവുന്ന പല ടിപ്സുകളും നിങ്ങൾക്ക് തരാനാണ് ആ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഏത് റിലേഷൻഷിപ്പ് എടുത്താലും ശരി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏത് ഒരു റിലേഷൻഷിപ്പ് എടുത്താലും അത്യാവശ്യം വേണ്ടിയ ഒരു ഘടകം എന്തുവാ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്തു പറയും? സ്നേഹം, ലവ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചവരെ ലവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘടകമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഫോർ യുവർ ഫീലിങ്സ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചവരെ വലിയ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഘടകം. റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ്, അതിന് നമ്മൾ മതിപ്പ് കൊടുക്കണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, വൈകുന്നേരം ചേട്ടാ ഇതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരണേ, എനിക്കിത് വലിയ ഇഷ്ടമാണ്, ഈ സംഗതി എനിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരണേ, ഏതോ ഒന്ന് വൈഫ് പറഞ്ഞു വിടുന്നു. വൈകുന്നേരം രാവിലെ ഇറങ്ങുമ്പം ഹസ്ബൻഡ് വിചാരിക്കും ശരി വാങ്ങിക്കാം, അതിനെന്താ. വൈകുന്നേരം വരുമ്പം 100% മറന്നിട്ടായിരിക്കും വരും. അങ്ങനെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വൈഫും സഹിച്ച് നിൽക്കും. തിരിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പം അവർക്ക് മനസ്സിലൊരു പ്രയാസം തോന്നത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും മറന്നിട്ട് വരുന്നേ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് കൽപ്പിച്ചിട്ടുള്ള വില ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുമോ ഇല്ലയോ? അങ്ങനെ ഒരു തോന്നൽ വന്നു പോയാൽ പിന്നെ എല്ലാം മുഷിച്ചിലായിരിക്കും. അതേപോലെ ഭർത്താവും, ഹസ്ബൻഡ് എന്തെങ്കിലും പറയുന്നു, ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ അമ്മയെ നോക്കാനാണ്, അമ്മയ്ക്ക് വയസ്സായി, ഒന്നും ചെയ്യാൻ വയ്യ, അപ്പം നല്ല ഒരു ഭാര്യയെ കൊണ്ടുവന്നാൽ എല്ലാം ചെയ്തു കൊടുക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഭാര്യ എടുത്ത് പറയുന്നു. പക്ഷേ ഭാര്യ, എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് വയസ്സായവരെ നോക്കുന്നതാണ്, എനിക്ക് എൻ്റേതായ ജോലിയുണ്ട്, എൻ്റേതായ ഇൻട്രസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ഒരു നേഴ്സിനെ വെച്ച് നോക്ക് എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിന് എത്ര വേദനയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളെ ഇവർ മനസ്സിലാക്കുന്നില്ല. അതേപോലെ ഭാര്യയുടെ മനസ്സിലുള്ള വികാരങ്ങളെ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല. അവിടെ തന്നെ ഒരു പൊട്ടൽ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരും താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റും ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമുക്ക് ഞായറാഴ്ച വെബിനാറിൽ കാണാം.